നമസ്കാരം. ഡേവിഡ് ഡി ദ വേ ഓഫ് ദ സുപ്പീരിയർ മാൻ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോഴേ ചിലർക്കൊരു കൺഫ്യൂഷൻ തോന്നാം. ഉന്നതനായ പുരുഷൻ അഥവാ സുപ്പീരിയർ മാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ സംശയം അങ്ങ് തീർക്കാം. അതെ, സംഭവം വളരെ സിമ്പിളാണ്. മറ്റുള്ളവരെക്കാൾ കേമനാകുന്നതിനെക്കുറിച്ചല്ല ഈ പുസ്തകം പറയുന്നത്. പകരം നമ്മളുടെ ഏറ്റവും മികച്ച വേർഷൻ, നമ്മളെ കൊണ്ടാകാവുന്നതിന്റെ പരമാവധിയിലേക്ക് എങ്ങനെ എത്താമെന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാക്കി നമ്മുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയായി ഇതിനെ കാണാം. ഈ പുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയമാണ് ദ്വന്ദ്വത അഥവാ പൊലാരിറ്റി. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം, പക്ഷെ സംഗതി വളരെ ലളിതമാണ്. നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. പൊലാരിറ്റി എന്ന് പറയാൽ മറ്റൊന്നുമല്ല, പ്രകൃതിയിലെ വിപരീത ശക്തികൾ തമ്മിലുള്ള ഒരു ആകർഷണമില്ലേ, അതുതന്നെ. ഇവിടെ പുസ്തകത്തിൽ പറയുന്നത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരിലുമുള്ള പൗരുഷ സ്ത്രീത്വ ഊർജ്ജങ്ങൾ തമ്മിലുള്ള ഒരു ആകർഷണത്തെക്കുറിച്ചാണ്. ഇപ്പോ ഒരു കാന്തത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നതുപോലെ രണ്ടാൾക്കാർക്കിടയിൽ ഈ പറഞ്ഞ ഊർജ്ജങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര കൂടുന്നോ അത്രയും ശക്തമായിരിക്കും അവർക്കിടയിലെ ആകർഷണം. ഇത് വെറും പ്രണയബന്ധങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ആകർഷണത്തെ ഒരു നൃത്തം പോലെ കാണാനാണ് ഡീഡ പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. കാരണം രണ്ട് വ്യത്യസ്ത പോയിന്റ് ഓഫ് വ്യൂ കൂടി ചേരുമ്പോഴല്ലേ നമുക്കൊരു പൂർണ്ണമായ ചിത്രം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പൊളാരിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ എങ്ങനെ നിയന്ത്രിക്കാം. ഈ യാത്ര തുടങ്ങുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നതിലൂടെയാണ്. നമ്മളിൽ പലരും ഒരു കെണിയിൽ വീഴാറുണ്ട്. ഒരുനാൾ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്ന ഒരവസ്ഥ. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം പിന്നീടേക്ക് മാറ്റിവെക്കുന്നൊരു സ്വഭാവം. ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിക്കും, എങ്ങനെങ്കിലും കോളേജിലെത്തിയാൽ മതി. കോളേജിലെത്തിയാലോ ഒരു ജോലി കിട്ടിയാൽ പിന്നെ ലൈഫ് സെറ്റാണ്. ജോലി കിട്ടിയാൽ ഇനി റിട്ടയർ ആവാൻ കാത്തിരിക്കാം. ഇങ്ങനെ അടുത്ത സ്റ്റേജ് കാത്തിരുന്ന് നമ്മളെ വർത്തമാനകാലം ജീവിക്കാൻ മറന്നുപോകുന്നു. ഇതിനെയാണ് വിജയസങ്കല്പം എന്ന് പറയുന്നത്. അതായത് ഒരു നാൾ ഞാൻ ഫിറ്റാകും, അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാകും എന്നൊക്കെ സ്വപ്നം കാണുന്നത് നല്ല രസമാണ്. പക്ഷെ അതിനുവേണ്ടി ഇന്ന് ചെയ്യേണ്ട പണിയെടുക്കാൻ മടിയാകുമ്പോൾ അതൊരു കെണിയായി മാറും. സ്വപ്നം കാണുന്നതിനേക്കാൾ വലുത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കണ്ടോ, 32,850. എന്താണിത്? ഇതൊരു വെറും സംഖ്യയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു നമ്പറാണിത്. അതെ, ഏകദേശം 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ദിവസങ്ങളുടെ എണ്ണമാണത്. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ദിവസങ്ങളുടെ കണക്കിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും: ഓരോ ദിവസവും എത്ര വിലപ്പെട്ടതാണെന്ന്. അത് വെറുതെ കളയാനല്ല. അപ്പോ ഈ വിലയേറിയ ദിവസങ്ങൾ എങ്ങനെ നമുക്ക് പരമാവധി ഉപയോഗിക്കാം? അതിനൊരു വഴിയുണ്ട്. ആദ്യം നിങ്ങളുടെ പരിധി എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പുറത്തു കടക്കുക. ഒരുപാട് മുന്നോട്ട് പോവേണ്ട, ജസ്റ്റ് ഒന്ന്. അവിടെയാണ് യഥാർത്ഥ വളർച്ച നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ ഒരുവിധം ശരിയാക്കിയാൽ അടുത്തത് മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടാമെന്നതാണ്. നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നോക്കാം. പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ തീരുമാനങ്ങൾ മാറ്റരുത്. ഇതിന്റെ അർത്ഥം നമ്മൾ പിടിവാശിക്കാരാകണമെന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളെ വിശ്വസിക്കുക, അതിൽ നിന്ന് പഠിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സ്വന്തമായി ഒരു തീരുമാനമെടുക്കുന്നു. അത് തെറ്റിയാൽ നിങ്ങൾക്ക് നേരിട്ട് ഒരു പാഠം പഠിക്കാം. ശരിയായാലോ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. ഇനി മറ്റൊരാൾ പറഞ്ഞത് കേട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ? തെറ്റിയാൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. ശരിയായാലോ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമുക്ക് കിട്ടുമോ? ഇല്ല. ഈ പുസ്തകം പൗരുഷ സ്ത്രീത്വ ഊർജ്ജങ്ങളെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. പൗരുഷ സ്വഭാവമുള്ളവർ വെല്ലുവിളികളിലൂടെയാണ് കൂടുതൽ വളരുന്നത്. അതേസമയം സ്ത്രീത്വ ഊർജ്ജം കൂടുതലുള്ളവർക്ക് പ്രശംസയാണ് വളർച്ചയ്ക്ക് കൂടുതൽ സഹായിക്കുന്നത് എന്നാണ് ഡീഡ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീത്വ ഊർജ്ജം കൂടുതലുള്ള ഒരാളോട് ഇടപഴകുമ്പോൾ എപ്പോഴും അവരെ ശരിയാക്കാനോ ഉപദേശിക്കാനോ പോകരുത്. പകരം അവരെ കേൾക്കുക, അവർക്ക് പിന്തുണ നൽകുക, നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുക. ഓർക്കുക, സംസാരിക്കുന്നത് തന്നെ അവർക്കൊരു ആശ്വാസമായിരിക്കും. വിമർശനം ഒരു മോട്ടിവേഷൻ ടൂളല്ല. ശരി, ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഒഴികഴിവുകളില്ലാതെ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുക? ഇതൊരു ചെറിയ ചിന്തയിലെ മാറ്റമാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. എനിക്കിതിന് കാശില്ലാന്ന് പറയുന്നതിന് പകരം ഇതെങ്ങനെ എനിക്ക് വാങ്ങാൻ പറ്റും എന്ന് ചിന്തിക്കുക. എനിക്ക് സമയമില്ല എന്നതിന് പകരം ഇതിനുവേണ്ടി എങ്ങനെ സമയം കണ്ടെത്താം എന്നാലോചിക്കുക. ഒഴികഴിവുകൾ പറയുന്ന ആളാവാതെ പരിഹാരം കണ്ടെത്തുന്ന ആളാവാ. ബന്ധങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പങ്കാളി ഒരു ചെറിയ കാര്യത്തിന് പരാതി പറയുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, പാത്രം കഴുകിയില്ല എന്ന്. ചിലപ്പോഴാ പരാതി പാത്രത്തെക്കുറിച്ചായിരിക്കില്ല. നിങ്ങൾ കൊടുത്ത ഒരു വാക്ക് പാലിക്കാത്തതിലുള്ള വിശ്വാസക്കുറവായിരിക്കാം അതിനു പിന്നിൽ. അപ്പോൾ ആഴത്തിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം ശരിക്കും നമ്മുടേതാകണമെങ്കിൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നത് നിർത്തണം. പുറത്തുനിന്ന് ആരെങ്കിലും അംഗീകരിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പാവുക എന്നതൊരു ഫിനിഷിംഗ് ലൈൻ അല്ല. അതായത് ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല ഇത്. ഇതൊരു തുടർച്ചയായ പരിശീലനമാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രേ ദിവസങ്ങളേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ആ കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കാൻ ഇന്ന് നിങ്ങൾ എന്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.